നമസ്തേ. H2Sന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിർമ്മമോ യോജകഃ എന്ന് പറയുന്ന +2ന്റെ ലെസന്റെ രണ്ടാമത്തെ ഭാഗമാണ് എടുക്കുന്നത്. ഒന്നാമത്തെ ഭാഗം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഏകദേശം ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. മുദ്രാരാക്ഷസം, വിശാഖദത്തൻ, അമാത്യ ശ്രേഷ്ഠൻ, രാക്ഷസൻ, പിന്നെ ആരാണ്, ചന്ദ്രഗുപ്തൻ, ചാണക്യൻ, കൗടില്യൻ, വിഷ്ണുഗുപ്തൻ, അല്ലെ? ഈ കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഒരു ഐഡിയ ആയിട്ടുണ്ടാവും. ഇനി അതിന്റെ കണ്ടിന്യൂഷൻ ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കുന്നത് കേട്ടോ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ പാഠം എടുത്തോളൂ. പാഠത്തില് പേജ് നമ്പർ 87 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. രാജാവ് വരുന്നു. രാജാവിനെ രാക്ഷസ എന്ന് പറയുന്ന മന്ത്രിയെ പരിചയപ്പെടുത്തുന്നു. ചാണക്യൻ പരിചയപ്പെടുത്തുന്നു. മന്ത്രി രാജാവിനെ കാണുമ്പോൾ ബാലനായിരിക്കുമ്പോൾ തന്നെ പ്രസിദ്ധി നേടിയ ആളാണല്ലോ ഈ രാജാവ്, അതായത് ചന്ദ്രഗുപ്തൻ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു. അതുപോലെ തന്നെ രാജാവ് തിരിച്ചു പറയുന്നു, അങ്ങയെയും അല്ലെങ്കിൽ കൗടില്യനെയും പോലെ എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഒരു മന്ത്രി കൂടെയുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളെയും ജയിക്കാൻ നമുക്ക് സാധിക്കുമെന്നും പറയുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ രാക്ഷസ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ മന്ത്രിയല്ല. പിന്നെ എന്തുകൊണ്ടാണ് രാജാവ് അങ്ങനെ പറയുന്നത്? അത് ചാണക്യൻ ഈ രാക്ഷസനെ ചന്ദ്രഗുപ്തന്റെ മന്ത്രിയാക്കാനുള്ള പ്ലാനോട് കൂടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ രാക്ഷസൻ രാജാവിനെ കണ്ട് വന്ദിച്ച് അദ്ദേഹത്തിന്റെ കൂടെ മന്ത്രിയായി കൂടണം എന്നുള്ളതാണ് ചാണക്യൻ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ പ്ലാനിന് വേണ്ടി അദ്ദേഹം ഈ രാക്ഷസന്റെ കുടുംബത്തിനെ മാറ്റിയേക്കാണ് അവിടുന്ന്. അപ്പൊ അത് വെച്ച് സംസാരിച്ച് രാക്ഷസന്റെ ഫ്രണ്ടിനെയും അപായപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. സുഹൃത്തിനെയും അപായപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. സുഹൃത്തിന്റെ പേരെന്തായിരുന്നു? സുഹൃത്തിന്റെ സോറി, ഞാൻ മറന്നുപോയി. ചന്ദനദാസൻ. ഈ ചന്ദനദാസനെയും അപായപ്പെടുത്തും എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് രാക്ഷസനെ ഈ ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയാക്കാനുള്ള ഒരു തയ്യാറെടുപ്പോട് കൂടിയിട്ടാണ് രാക്ഷസനെ വിളിച്ചു വരുത്തുന്നതും അദ്ദേഹത്തെ രാജാവിന് പരിചയപ്പെടുത്തുന്നതും. മനസ്സിലായോ? ഇത് അവസാന ഭാഗമാണ്. 7 അംഗങ്ങളുള്ള മുദ്രാരാക്ഷസം എന്ന് പറയുന്ന നാടകത്തിന്റെ അവസാനത്തെ അംഗമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നാടകം അവസാനിക്കാൻ പോവാണ്. അപ്പൊ അവസാനത്ത് വരുന്ന ക്ലൈമാക്സ് ആണ് ഇപ്പൊ ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടാവുക നന്ദരാജാവും അദ്ദേഹത്തിന്റെ ശത്രുതയും ചന്ദ്രഗുപ്തനുമായിട്ടുള്ള തർക്കങ്ങളും ചന്ദ്രഗുപ്ത മൗര്യന്റെ സാമ്രാജ്യം നശിപ്പിക്കുന്നതും പിന്നെ ചന്ദ്രഗുപ്തൻ അത് തിരിച്ചു പിടിക്കുന്നതും അതിന്റെ കൂടെ കൗടില്യന്റെ വൈരാഗ്യങ്ങളും ശത്രുതയും നന്ദരാജാവിനോടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും മുൻപ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവുക. ഇതിപ്പോ അവസാന ഭാഗമായി. മനസ്സിലായോ? അപ്പൊ നമുക്കിനി അടുത്ത പേജിലേക്ക് പോയാലോ. അപ്പൊ പേജ് നമ്പർ 89 എടുക്കൂ കേട്ടോ. അപ്പൊ നമുക്ക് രാക്ഷസഃ സ്വഗതം സ്പൃശതി മാം ഭൃത്യഭാവേന കൗടില്യശിഷ്യഃ. സ്വന്തമായിട്ട് ആത്മഗതമായിട്ട് പറയാണ്, എന്താണ് ഇദ്ദേഹം എന്നോടൊരു ഭൃത്യഭാവത്തിൽ പെരുമാറുന്നത്? അതായത് രാജാവ് എന്തിനാണ് രാക്ഷസനോട്, അതായത് രാക്ഷസനോട് നന്ദരാജാവിന്റെ മന്ത്രിയും കൂടി ആയിരുന്ന ആളാണ് അല്ലെ, ചന്ദ്രഗുപ്തനെ തോൽപ്പിക്കാൻ നോക്കിയ ആളാണ്. പിന്നെ എന്തിനാണ് ഇദ്ദേഹം എന്നോട് ഇത്ര വിനയഭാവത്തിൽ അല്ലെങ്കിൽ ഭൃത്യഭാവത്തിൽ പെരുമാറുന്നത്? എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി പറയാണ്, അഥവാ വിനയ വൈഷ, ചിലപ്പോൾ അദ്ദേഹത്തിന്റെ വിനയം കൊണ്ടായിരിക്കാം, അദ്ദേഹത്തിനുള്ള ഒരു സ്വഭാവ ഗുണമായിരിക്കാം എന്ന് പറയാണ്. ചന്ദ്രഗുപ്തസ്യ മത്സരസ്തു മേ വിപരീതം കൽപ്പയതി. പക്ഷെ ചന്ദ്രഗുപ്തന്റെ മത്സരം ആലോചിക്കുമ്പോൾ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തോന്നുന്നത് എന്നാണ് പറയുന്നത്. സർവഥാസ്ഥാനെ യശസ്വി ചാണക്യ, എല്ലാ സ്ഥലത്തും യശസ്വിയായി വരുന്നത് ആരാണ്? ചാണക്യനാണ്. എന്നിട്ട് ചാണക്യനെ കുറിച്ച് പറയാണ്. ചാണക്യൻ എല്ലാ സ്ഥലത്തും വളരെ പ്രസിദ്ധനും പ്രശസ്തനും ഒക്കെ ആയി മാറുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹം ആലോചിക്കുകയാണ് കേട്ടോ. എന്താ പറയുന്നത്? ദ്രവ്യം ജിഹീഷും അധിഗമ്യ ജഡാത്മനോപി നേതുർയശസ്വിനി പദേ നിയതാ പ്രതിഷ്ഠ. അദ്രവ്യമേത്യ ഭുവി ശുദ്ധനയോപി മന്ത്രി ശീർണാശ്രയാ പദ്ധതി കൂലജ വൃക്ഷവൃത്തിയ. എന്താണ്? നല്ല കഴിവുള്ള ഒരു രാജാവിന്റെ കൂടെ, വിജയിക്കാൻ കഴിവുള്ള അറിവുള്ള ശക്തനായ രാജാവിന്റെ കൂടെ പോകുമ്പോൾ ജഡാത്മനായിട്ടുള്ള ഒരു മന്ത്രി പോലും പ്രസിദ്ധനായി തീരും എന്നാണ് പറയുന്നത്. അത് മന്ത്രിയുടെ കഴിവല്ല, രാജാവിന്റെ കഴിവാണ്.
അതേപോലെ തന്നെ അദ്രവ്യമേത്യ, അതായത് കഴിവില്ലാത്തൊരു രാജാവിൻ്റെ കൂടെ ചേർന്നാൽ എത്ര നല്ല മന്ത്രിയാണെങ്കിൽ കൂടി അദ്ദേഹം ശീർണാശ്രയ, ജീർണിച്ചു പോകും എന്നാണ് പറയുന്നത്. അപ്പൊ രാജാവിൻ്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ കപ്പാസിറ്റി നിൽക്കുന്നത് എന്നാണ് രാക്ഷസൻ ആലോചിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ രാജാവിൻ്റെ കഴിവാണത്രേ ചാണക്യന് ഇത്രയും പേരും പ്രശസ്തിയും ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ചിന്തിക്കുന്നത്, പറയല്ല, ചിന്തിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ചാണക്യന്റെ കഴിവ് കൊണ്ടാണ് ഈ രാജാവ് ഇദ്ദേഹത്തിന്റെ സാമ്രാജ്യം തന്നെ, ചന്ദ്രഗുപ്ത മൗര്യൻ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം തന്നെ രണ്ടാമതും കെട്ടിപ്പടുത്തത്, മൗര്യ സാമ്രാജ്യം കെട്ടിപ്പടുത്തത് ചാണക്യന്റെ കഴിവ് കൊണ്ട് മാത്രമാണ്. എന്നിട്ട് പോലും രാക്ഷസൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, രാജാവ് കഴിവുള്ളവനാണെങ്കിൽ മന്ത്രി എത്ര കഴിവ് കുറഞ്ഞ ആളാണെങ്കിലും അദ്ദേഹം പ്രസിദ്ധനാവും. ഇനിയിപ്പോൾ മന്ത്രി കഴിവുള്ള ആളാണ്, പക്ഷെ രാജാവിന് കഴിവില്ലെങ്കിൽ അദ്ദേഹം കഴിവില്ലാത്തവനായി തീരും, മന്ത്രിയും കഴിവില്ലാത്തവനായി തീരും, മോശമായി തീരും എന്നിങ്ങനെ ചിന്തിച്ചു നിൽക്കുന്ന സമയത്ത് ചാണക്യൻ വിളിക്കുകയാണ്, അമാത്യ രാക്ഷസ ഇത്യേതേ ഈഷ്യതേ ചന്ദനദാസസ്യ ജീവിതം. അപ്പൊ ചോദിക്കുകയാണ്, ഹലേ അമാത്യ, നിനക്ക് ചന്ദനദാസന്റെ ജീവൻ വേണോന്ന്. ചന്ദനദാസൻ ആരാണ്? രാക്ഷസന്റെ ഉറ്റമിത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവൻ വേണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ രാക്ഷസനെ ഈ ചന്ദ്രഗുപ്തന്റെ മന്ത്രിയാക്കി മാറ്റാനുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് ചാണക്യൻ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ശത്രുപക്ഷത്ത് മന്ത്രിയായി നിന്ന ആളെങ്ങനെയാണ് ചന്ദ്രഗുപ്തന്റെ കൂടെ പെട്ടെന്ന് തന്നെ ആ പൊസിഷൻ ഏറ്റെടുക്കുക? പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പം അതിനുള്ള ട്രിക്കാണ് ആര് പ്രയോഗിക്കുന്നത്? ചാണക്യൻ പ്രയോഗിക്കുന്നത്. അതിനുള്ള കരുനീക്കങ്ങളൊക്കെ നടത്തിയിട്ടാണ് അമാത്യനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ക്ലൈമാക്സ് ആണ് സത്യത്തിൽ. മനസ്സിലായോ? വലിയൊരു നാടകത്തിന്റെ 7 അംഗങ്ങളുള്ള നാടകത്തിന്റെ ക്ലൈമാക്സ് സീനാണ്. അപ്പം അതിൽ അവസാനം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ പൂർത്തീകരിച്ച് ആഗ്രഹ സാഫല്യമൊക്കെ നടത്തിയിട്ട് ചാണക്യൻ പോവുകയാണ് ഇനി അദ്ദേഹത്തിന്റെ സാധാരണ ആയിട്ടുള്ള ജീവിതത്തിലേക്ക്. അപ്പം അതിനു മുൻപ് ചന്ദ്രഗുപ്തന് നല്ലൊരു മന്ത്രിനെ വേണം. അപ്പോൾ തികച്ചും എന്തുകൊണ്ടും യോഗ്യനായ ആളാരാണ്? നന്ദരാജാക്കന്മാരുടെ കൂടെ മന്ത്രിയായി ജീവിച്ച രാക്ഷസൻ തന്നെയാണ്. അപ്പം ആ രാക്ഷസനെ അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അതിനു വേണ്ടി അദ്ദേഹം എന്താ ചെയ്തേക്കണേ? ചന്ദനദാസനെ അവിടെ കുറച്ച് അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗൂഢമായി താമസിപ്പിച്ചിട്ടുണ്ട്, ഈ അമാത്യന്റെ പുത്ര കളത്രാദികളെ. അപ്പൊ അത് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അത് രാക്ഷസനെ അറിയില്ല. അപ്പൊ രാക്ഷസനോട് ചോദിക്കുകയാണ്, അമാത്യ രാക്ഷസ ഈഷ്യതേ ചന്ദനദാസസ്യ ജീവിതം, ചന്ദനദാസന്റെ ജീവിതം നിനക്ക് വേണോ? ജീവൻ വേണോ? രാക്ഷസ ഭോ വിഷ്ണുഗുപ്ത കുത സന്ദേഹ, എന്താണ് താങ്കൾ ഇങ്ങനെ സംശയം കൊണ്ട് ചോദിക്കുന്നത്? സംശയം എന്ത്? എനിക്ക് അദ്ദേഹത്തിന്റെ ജീവനിൽ അദ്ദേഹത്തെ എനിക്ക് എൻ്റെ സുഹൃത്തല്ലേ, അപ്പൊ എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമാണ്, എനിക്ക് അദ്ദേഹത്തിന്റെ ജീവൻ വേണമല്ലോ എന്ന് പറയാണ് ചാണക്യ. അമാത്യ രാക്ഷസ അനുഗൃഹീത ശസ്ത്രേണ ഭവത അനുഗൃഹ്യതേ വൃഷള ഇത്യതഃ സന്ദേഹ. അങ്ങെന്താണ്? അല്ലയോ അമാത്യ രാക്ഷസ, താങ്കൾ ഒരു വൃഷളപുത്രനാണ്, ശൂദ്രസ്ത്രീയിൽ ജനിച്ച ആളെയാണ് വൃഷളൻ എന്ന് പറയുന്നത്. അപ്പൊ പറയാണ്, അദ്ദേഹത്തെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു സംശയം തോന്നി, ഇതാണ് അദ്ദേഹത്തിന്റെ ജീവൻ വേണ്ടേ? അതായത് വൃഷള സ്ത്രീയിൽ ജനിച്ച ഒരാളോട് ഇത്രയും അനുഗ്രഹിക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരു സംശയം ഉണ്ടായതാണ്. തദ്യപി സത്യമേവ ചന്ദ്രദാസസ്യ ജീവിതം ഇഷ്യതേ തതോ ഗൃഹ്യതാമിതം ശസ്ത്രം. അതായത് അപ്പൊ സത്യമായിട്ടും ചന്ദനദാസന്റെ ജീവിതം വേണമെങ്കിൽ ഈ ശസ്ത്രം, ആയുധം കയ്യിൽ പിടിച്ചാലും സ്വീകരിച്ചാലും എന്ന് പറയാണ്. അപ്പം എന്താണ്, ശൂദ്ര സ്ത്രീയിൽ ജനിച്ച ആള് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ശത്രുവായിരിക്കും. അപ്പൊ ആ ശത്രുവിന് വേണ്ടി ചിലപ്പോൾ നന്ദരാജാവോ അല്ലെങ്കിൽ അതിൽപ്പെട്ട ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും പ്രവൃത്തി ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ചോദിച്ചതാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഉള്ളിലിരിപ്പ്? എന്താണ്? അതൊക്കെ വിട്ടിട്ട് എന്ത് വേണം? ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിയാവണം അല്ലെ? എന്നിട്ടൊരു ആയുധം കൊടുത്തിട്ട് പറയാണ്, തദ്യപി യദി സത്യമേവ തദ്യതി സത്യമേവ ചന്ദനദാസസ്യ ജീവിതം ഇഷ്യതേ തതോ ഗൃഹ്യതാമിതം ശസ്ത്രം. ഈ ആയുധം പിടിച്ചാലും, അതായത് നമ്മളിങ്ങനെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊടുക്കണ പോലെയാണ്, ഈ ആയുധം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു ജോലി, അമാത്യന്റെ ഡ്യൂട്ടി അദ്ദേഹം ഏറ്റെടുത്തു എന്നാണ് അർത്ഥം. അപ്പൊ ഈ ആയുധം പിടിച്ചാലും എന്ന് പറയാണ്, സ്വീകരിച്ചാലും എന്ന് പറയാണ്. അതായത് ചന്ദ്രദാസന്റെ ജീവൻ വേണമെങ്കിൽ. രാക്ഷസ ഭോ വിഷ്ണുഗുപ്ത മാ മൈവം, അയ്യോ അങ്ങനെ പറയരുത്, അദ്ദേഹത്തിന് മനസ്സിലായി ഇത് പണിയാന്ന്. അപ്പൊ അദ്ദേഹം പറയണം, മാ മൈവം, അങ്ങനെ പറയല്ലേ പ്ലീസ്, അയോഗ്യ വയമസ്യ ഗ്രഹണേ, എനിക്കിതിന് യോഗ്യതയില്ല, ഈ ആയുധം സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതായത് വിഷ്ണുഗുപ്തന്റെ
ചന്ദ്രഗുപ്തന്റെ മന്ത്രിയായിട്ടിരിക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. വിശേഷത സ്വയാ ഗൃഹീതസ്യ ശസ്ത്രസ്യ, തീർച്ചയായിട്ടും താങ്കൾ ഉപയോഗിച്ചിരുന്ന ഈ ആയുധം, അതായത് അങ്ങയുടെ പൊസിഷനാണല്ലോ ഇങ്ങൾക്ക് കൊടുക്കണേ, അപ്പൊ താങ്കൾ അലങ്കരിച്ചിരിക്കുന്ന ആ ഒരു ആയുധം, അല്ലെങ്കിൽ താങ്കളാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന ആയുധം ഞാനായിട്ട് സ്വീകരിക്കാൻ എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് അങ്ങനെ പറയല്ലേ പ്ലീസ് എന്ന് പറയാണ്. പ്ലീസ് എന്ന് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആ ഒരു ദയനീയ അവസ്ഥയാണ്. കാരണം ഇത് സ്വീകരിച്ചാല് കാലങ്ങളായിട്ട് അദ്ദേഹം ശത്രുവായി കണ്ട ചന്ദ്രഗുപ്തന്റെ മന്ത്രിയായി തീരേണ്ടി വരും അല്ലെ. അപ്പോ മന്ത്രിയായി തീർന്നില്ലെങ്കിൽ ചന്ദ്രദാസന്റെ മരണം സംഭവിക്കും, ജീവൻ പോവും. പിന്നെ എന്ത് ചെയ്യും? അദ്ദേഹം പെട്ടുപോയി. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. ചാണക്യ, അപ്പൊ ചാണക്യൻ പറയണ, രാക്ഷസ യോഗ്യോഹം ത്വയം അയോഗ്യ ഇതി കിമനേന. യോഗ്യോഹം, ഓഹോ ഞാൻ യോഗ്യനാണെന്നും, ത്വം അയോഗ്യ താങ്കൾ അയോഗ്യനാണെന്നും. അതെങ്ങനെ ശരിയാവും? താങ്കളും ഞാനും ഒരേ പൊസിഷനാണ് എന്നാണ് ചാണക്യൻ പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് യോഗ്യോഹം, ഓ ശരി, അത് ഞാൻ യോഗ്യനാണെന്ന് അല്ലെ. ത്വം അയോഗ്യ താങ്കൾ അയോഗ്യനാണ്, നിങ്ങൾക്ക് യോഗ്യതയില്ല അല്ലെ, അതെങ്ങനെയാ ശരിയാവുക എന്ന് ചാണക്യൻ ചോദിക്കുകയാണ്. നാ ഖലു ഭവതഃ, അങ്ങനെ പറയരുത്. ശസ്ത്രഗ്രഹണം അന്തരേണ ചന്ദനദാസസ്യ ജീവിതമസ്തി. ഈ ശസ്ത്രം ഗ്രഹിച്ചാൽ, ഈ ആയുധം താങ്കൾ സ്വീകരിച്ചാൽ ചന്ദനദാസന് ജീവനുണ്ടാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നാണ് ആര് പറയണത്? ചാണക്യൻ പറയണത്. പിന്നെ എന്തുണ്ടാവും? രാക്ഷസിന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ അങ്ങനെ നീതിബോധം കൊണ്ട്, അതായത് അത് ചാണക്യന്റെ ഒരു നീതിയാണ്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് പോകുമ്പോൾ, അല്ലെങ്കിൽ ഈ രാജാവിനെ വിട്ട് ഞാൻ പോകുമ്പോൾ അദ്ദേഹം വീണ്ടും അപകടത്തിലേക്ക് പോകരുത്. അദ്ദേഹത്തിന് എന്നെ പോലെ തന്നെ ശക്തനായ അറിവ് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു മന്ത്രി തന്നെ വേണം. അപ്പൊ അതുകൊണ്ടാണ് അപ്പുറത്തെ പക്ഷത്ത് നിൽക്കുന്ന, അപ്പൊ പിന്നെ ഒരിക്കലും ആ ഭാഗം പേടിക്കണ്ട. അതിലും ശക്തനായ വേറെ ശത്രുക്കൾ ഈ രാജാവിനില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു മന്ത്രി എന്ന് പറയുന്നത് എത്ര ഉയർന്ന പദമാണ്. അതെങ്ങനെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രത്തില് വിവിധ വിഭാഗങ്ങളിലായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കിയാൽ മതി. രാഷ്ട്രമീമാംസ എങ്ങനെയാണ് കൊണ്ടു നടത്തേണ്ടത്, രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങൾ വളരെ വൃത്തിയായും കൃത്യമായും എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണത്. അതൊക്കെ ഭാരതത്തിൽ എത്രയോ ആദ്യം തന്നെ ഉണ്ടായിട്ടുള്ള ഗ്രന്ഥമാണ് കൗടില്യന്റെ അർത്ഥശാസ്ത്രം. അത്രയും പ്രസിദ്ധവുമാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ രാജാവിന് വേറെ ശക്തനായ ഒരു മന്ത്രി വേണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹിക്കാലോ അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പൊ രാക്ഷസൻ സ്വന്തമായിട്ട് ആലോചിക്കുകയാണ്. സ്വഗതം നന്ദസ്നേഹ ഗുണാഹ ഹൃദയം സ്പൃശന്തി. എൻ്റെ നന്ദരാജാവിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തെ മഥിക്കുന്നു. എത്ര സ്നേഹത്തിലാണ് ഞാൻ അവിടെ ജീവിച്ചിരുന്നത്. വിദ്വിഷാം മൃത്യുസ്മി. അദ്ദേഹത്തിന്റെ ശത്രുവിന്റെ ഭൃത്യനായി തീർന്നിരിക്കുന്നു ഞാൻ. യേ ദ്രുമാഹ സ്വയം സിക്താഹ ഏവ വൃദ്ധിമാകമന്തി ഛിന്നാഹ ഏവ. ഏത് വൃക്ഷങ്ങളാണോ ഞാൻ സ്വയം നട്ടു നനച്ച് വളർത്തിയത്, അത് ഞാൻ തന്നെ വെട്ടിവീഴ്ത്തുകയാണല്ലോ. മിത്രസ്യ ശരീരരക്ഷണകൃതേ മയാ ശസ്ത്രം വ്യാപാരണീയം. എൻ്റെ മിത്രത്തിന്റെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് ഈ ശസ്ത്രം സ്വീകരിച്ചേ മതിയാവൂ. കാര്യാണാം ഗതേഹ ചിരാത് വിധേരഭി ആജ്ഞാകാരത്വം നയാന്തി. കാര്യങ്ങൾ വിധി അനുസരിച്ച് സംഭവിക്കുള്ളൂ, അതിൽ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാനില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് വാങ്ങിക്കല്ലാതെ നിവർത്തിയില്ല. ഞാനിപ്പോ ഇവരുടെ മന്ത്രിയായി തീർന്നുല്ലോ, ഭൃത്യനായി തീർന്നുല്ലോ. മന്ത്രി എന്ന് പറയുമ്പോൾ രാജാവിന്റെ താഴെയില്ല. അപ്പൊ ഇദ്ദേഹത്തെ ഉപദ്രവിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ വെറുതെ ആയില്ല. അതാണ് ഞാൻ തന്നെ നട്ടുനനച്ച വൃക്ഷങ്ങൾ ഞാൻ തന്നെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെതിരെ ഉണ്ടാക്കിയ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നശിപ്പിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ മന്ത്രിയായ സ്ഥിതിക്ക് എനിക്കിവിടെ സംസാരിക്കാൻ യോഗ്യതയില്ല. വിധി എന്നെ കൊണ്ടെത്തിച്ചിരിക്കുന്ന അവസ്ഥ നോക്കൂ. കാരണം ഇല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിന്റെ ജീവിതം പോവും. അപ്പൊ അതുകൊണ്ട് എനിക്കിത് അനുസരിക്കേണ്ടി വരുന്നു. പ്രകാശം, ഇതൊക്കെ മനസ്സിലാലോചിക്കുക. അതാണ് സ്വഗതം എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഉറക്കെ പറയണം. വിഷ്ണുഗുപ്ത നമ സർവകാര്യ പ്രതിപത്തി ഹേതവേ സുഹൃസ്നേഹായ. ശരി വിഷ്ണുഗുപ്തൻ എന്ന് പറഞ്ഞാൽ ചാണക്യൻ തന്നെ. എല്ലാ കാര്യങ്ങളും സർവകാര്യ പ്രതിപത്തെ, എല്ലാ കാര്യങ്ങളും നന്നായി നടക്കുന്നതിനും സുഹൃത്ത് സ്നേഹത്തിനും വേണ്ടി ഞാനിതാ സ്വീകരിക്കുന്നു. കാഗതിഹി, അല്ലാതെ ഇപ്പൊ എനിക്ക് എന്താ വഴി? വേറെ വഴിയില്ല. അത് തന്നെ. ഏഷാ പ്രഹോസ്മി, ഞാനിതാ ഇത് പിടിച്ചോളാം, ഇത് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞിട്ട്, ഇത് ഞാൻ വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ആ സന്തോഷത്തോടെ
അദ്ദേഹം കൊടുത്ത ശസ്ത്രം ഇദ്ദേഹം വാങ്ങിക്കുകയാണ്. ചാണക്യ സഹർഷം, ചാണക്യന് ഭയങ്കര സന്തോഷമായി. വൃഷല അമാത്യ രാക്ഷസേന ഇതാനും അനുഗ്രഹീതോസ്മി, അമാത്യ രാക്ഷസനാൽ ഞാനിത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അദ്ദേഹം ആയുധം വാങ്ങാന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പൊസിഷൻ ഏറ്റെടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അതോടുകൂടി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി, അതായത് ചാണക്യന്റെ മനസ്സിലുണ്ടായിരുന്ന ഡ്യൂട്ടി കംപ്ലീറ്റ് ആയി. അപ്പൊ അദ്ദേഹം പറയണം, ഞാനിത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ദിഷ്ട്യാ വർദ്ധതേ ഭവാൻ, എന്തായാലും അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, ഭാഗ്യം ഉണ്ടാവട്ടെ, അങ്ങത് സ്വീകരിച്ചതോടുകൂടി എനിക്ക് വളരെയധികം സന്തോഷമായി എന്നാണ് പറയുന്നത്. രാജ ആര്യപ്രസാദ ഏഷ ചന്ദനഗുപ്തേന അനുഭൂയതേ. അപ്പൊ രാജാവ് പറയാണ്, അങ്ങയുടെ സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എന്ന് രാജാവ് പറയുന്നു. അപ്പൊ രാജാവിനും ഏകദേശം ധാരണയുണ്ട്. അപ്പൊ രാജാവ് പറയാണ്, അങ്ങയുടെ സന്തോഷം, അങ്ങ് സന്തോഷിക്കുമ്പോൾ അതെനിക്കറിയാം എനിക്ക് നന്മയ്ക്ക് വേണ്ടിയായിരിക്കും എന്ന്. രാജാവിന് അത് ഉറപ്പുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങയുടെ സന്തോഷം എൻ്റെ അനുഗ്രഹമായി തീർന്നിരിക്കുന്നു എന്ന് രാജാവും പറയുന്നു. അപ്പോൾ ആ സമയത്ത് പുരുഷ ഒരാൾ കടന്നു വന്നു. എന്നിട്ട് അയാൾ പറയണ ജയത്വാര്യ, ജയഘോഷം മുഴക്കൂല്ലോ രാജാക്കന്മാരിയ്ക്കുമ്പോൾ. രാജാവ് വിജയിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ഡയലോഗുകൾ പറയുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുക. നമ്മളൊരു വിഷ് പറയണ പോലെ അവരുടെ ഒരു രീതിയാണ്. അപ്പൊ ജയത്വാര്യ ഏഷ ഖലു ഭദ്രഭട ഭാഗുരായണ പ്രമുഖൈഃ സംയമിത കരചരണോ മലയകേതു പ്രതിഹാര ഭൂമി ഉപസ്ഥിതഃ. അപ്പൊ പറയാണ്, ഇവിടെ ഭദ്രഭടഭാഗുരായണൻ തുടങ്ങിയ ഭടന്മാരാൽ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ആൾക്കാരുടെ പേരുകളാണ്. ഭദ്രഭടഹ ഭാഗുരായണ പ്രമുഖൈഃ, ഈ പ്രമുഖന്മാരാൽ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. സംയമിത കരചരണോ, അദ്ദേഹത്തിന്റെ കൈയും കാലും കെട്ടി വെച്ചിരിക്കുകയാണ്. മലയകേതു ആണ് അദ്ദേഹം. മലയകേതുവിന്റെ കൈയും കാലൊക്കെ കെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രതിഹാര ഭൂമി ഉപസ്ഥിത, ഇവിടെ വാതിലിന്റെ അവിടെ വന്ന് നിൽപ്പുണ്ട്. ഇതം ശ്രുത്വ ആര്യഹ പ്രമാണം, അത് അങ്ങേ അറിയിക്കാനാണ് ഞാൻ വന്നത്. ഈ മലയകേതു എന്നുള്ളത് മലയകേതുവിനെ എവിടുന്നോ കീഴ്പ്പെടുത്തി കൊണ്ടുവന്നിരിക്കുകയാണ് കൈയും കാലും കെട്ടിയിട്ട്. അപ്പോൾ ഇദ്ദേഹത്തെ എന്താ ചെയ്യണ്ടേന്ന് പറയണം. ഇത് രാജാവ് പറഞ്ഞിട്ട് ചെയ്തിട്ടുള്ള കാര്യമല്ല. ഇത് ഈ രാക്ഷസ പ്രമുഖന്റെ പ്രവൃത്തിയായിരിക്കാനാണ് സാധ്യത. അപ്പൊ അദ്ദേഹത്തിന്റെ അതായത് രാജാവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് മലയകേതു. അപ്പൊ ഈ മലയകേതുവിനെ ഉപദ്രവിക്കാൻ വേണ്ടി രാക്ഷസൻ ചെയ്തു വെച്ചിട്ടുള്ള ഒരു പണിയാണെന്നാണ് എൻ്റെ ഒരു ധാരണ തോന്നുന്നത്. കാരണം ഈ മലയകേതുവിനെ ഇങ്ങോട്ട് ഇപ്പൊ കൊണ്ടുവരാനുള്ള കാരണം ഇവിടെ ഇപ്പൊ രാക്ഷസൻ മന്ത്രിയായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഈ രാജാവിനെ രക്ഷിച്ച ഒരു വ്യക്തിയെ അദ്ദേഹം ഉപദ്രവിക്കാൻ പാടുണ്ടോ? പാടില്ലല്ലോ. ഇപ്പൊ ഈ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ രാക്ഷസന് അദ്ദേഹത്തെ വെറുതെ വിടേണ്ടതായിട്ട് വരും. അപ്പൊ അതും ഇദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള പ്ലാൻ ആയിരിക്കാം ചാണക്യന്റെ. അപ്പൊ ഈ മലയകേതുവിനെ കൈയും കാലും കെട്ടി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? ചാണക്യ ഭദ്ര നിവേദ്യതാം അമാത്യ രാക്ഷസായ. ഉടനെ തന്നെ ചാണക്യൻ പറയാണ്, ഇതാ മന്ത്രി അമാത്യ രാക്ഷസൻ ഇവിടെ നിൽപ്പുണ്ട്, അദ്ദേഹത്തെ അറിയിച്ചാലും. സ്വയം ഇതാനും ജാനീതെ, അദ്ദേഹത്തിന് അറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. ഇനിയിപ്പോ ഇദ്ദേഹത്തിന് ചാർജ് ഇല്ലല്ലോ. അപ്പൊ അമാത്യം തന്നെ തീരുമാനിക്കട്ടെ. രാക്ഷസ സ്വഗതം ദാസീകൃത്യ മാമിതാനും വിജ്ഞാപനായ മുഖരീകരോതി കൗടില്യ. എന്നെ ഇവിടെ ദാസനാക്കി വെച്ചിട്ട് എന്നോട് വിജ്ഞാപിക്കാൻ, അതായത് എന്നോട് എന്താണ് കൊടുക്കാൻ, ഡിക്ലറേഷൻ കൊടുക്കാൻ, അതായത് ഞാനിവിടെ നിന്ന് ആജ്ഞാപിക്കാൻ ആവശ്യപ്പെടുകയാണ്. എന്നെ ഇവിടെ ദാസനാക്കി കഴിഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ഇവിടെ നിന്ന് എന്താ പറയുക അനൗൺസ് ചെയ്യാനാണ്? ദാസീകൃത്യ മാമിതാനും, എന്നെ ഇവിടെ കൊടുന്ന് ദാസനാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വിജ്ഞാപനായ, അത് വിജ്ഞാപനം ചെയ്യാനായിട്ട് ഓരോ കാര്യങ്ങൾ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കുക. മുഖരീകരോതി കൗടില്യ, എൻ്റെ പേര് ഉച്ചത്തിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കൗടില്യൻ. കാഗതിഹി, എന്താ ചെയ്യുക, വേറെ മാർഗമില്ല, എന്ത് ചെയ്യും ഞാൻ, വേറെ വഴിയില്ല എന്നാണ് രാക്ഷസൻ മനസ്സിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ പ്രകാശം എന്നിട്ട് ഉറക്കെ പറയാണ്, രാജൻ ചന്ദ്രഗുപ്ത, അല്ലയോ രാജാവേ, വിദിതമേവതേ യഥാ വയം മലയകേതോ കിഞ്ചിത് കാലം മൂഷിതസ്താത് പരിരക്ഷ്യന്താമസ്യ പ്രാണാഹ. അപ്പൊ അങ്ങക്ക് അറിയാലോ, കുറച്ചു കാലം അങ്ങയുടെ പ്രാണൻ രക്ഷിച്ച ആളാണല്ലോ മലയകേതു, അത് അങ്ങക്ക് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അസ്യ പ്രാണാഹ പരിരക്ഷണായ, അദ്ദേഹത്തിനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണല്ലോ. അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കണം. രാജ ചാണക്യം മുഖം അവലോകയതി. അപ്പൊ രാജാവ് ചാണക്യനെ നോക്കുന്നു. മനസ്സിലായില്ലോ? ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ രാജാവ് ചാണക്യനെ നോക്കി. ചാണക്യ പ്രതിമാനയിതവ്യോ അമാത്യ രാക്ഷസ്യ പ്രഥമ പ്രണയ. വെരി ഗുഡ്. അദ്ദേഹം പറയുന്ന ആദ്യത്തെ കാര്യം നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി മനസ്സിലാക്കുന്നു. പ്രഥമമായിട്ട് ഇട്ടൊരു ഓർഡറാണ്. അപ്പൊ നമ്മളത് അതിന്റെ ഗൗരവത്തിൽ തന്നെ എടുക്കുന്നു എന്ന് ചാണക്യൻ പറയാണ്. എന്നിട്ട് പുരുഷം പ്രതി, എന്നിട്ട് ഈ കൊണ്ടുവന്ന ആളോട് പറയാണേ, ഭദ്ര അസ്മത് വചനം
अस्मद्वचनादुच्यतां भद्रवडप्रमुखाः यथा अमात्यराक्षसेन विज्ञापितो देवश्चन्द्रगुप्तः प्रयच्छति मलयकेतवे पित्र्यमेव विषयम् अदो गच्छन्तु भवन्तः सहानेन प्रतिष्ठिते च अस्मिन् पुनरागन्तव्यम् इति. അതായത് ഭദ്ര, ഞങ്ങളുടെ വചനമായിട്ട് തന്നെ അവിടെ പോയി പറഞ്ഞോളൂ. എന്താണ് പറയേണ്ടത്? ഭദ്രവട പ്രമുഖാഹ, ഭദ്രവടൻ ബാദരായണനൊക്കെ അവിടെ നിൽക്കുന്നുണ്ടല്ലോ, അവരോട് ഇങ്ങനെ പറയണം. എന്താണ്? അമാത്യ രാക്ഷസൻ ഇങ്ങനെ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്, ചന്ദ്രഗുപ്തൻ കൊടുക്കുന്നു മലയകേതവേ, മലയകേതുവിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്ത എല്ലാ സ്വത്തുക്കളും ധനങ്ങളും മലയകേതുവിന് തന്നെ തിരിച്ചു കൊടുക്കുന്നു എന്ന് പറയൂ. അതോ ഗച്ഛന്തു ഭവന്തഃ സഹാനേന, എന്നിട്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ കൂടെ പോയിട്ട് അദ്ദേഹത്തിന്റെ യഥാസ്ഥാനത്ത് കൊണ്ടാക്കി അവിടെ അഭിഷേകവും നടത്തിയിട്ട് തിരിച്ചു വന്നാൽ മതി. അദ്ദേഹത്തിന് പിടിച്ചെടുത്ത സ്ഥലം നമ്മൾ തിരിച്ചു കൊടുക്കുന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ അവിടെ അഭിഷേകവും നടത്തിയിട്ട് പ്രതിഷ്ഠിതേ ചാസ്മിൻ പുനരാഗന്തവ്യം ഇത്, അദ്ദേഹത്തിനെ അവിടെ കുടിയിരുത്തി, അതായത് അദ്ദേഹത്തിന് ചാർജൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചതിന് ശേഷം തിരിച്ചു വന്നാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ മലയകേതുവിൽ നിന്ന് പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തിരിച്ചു കൊടുത്തേക്കാൻ പ്രഖ്യാപനം നടത്തുന്നു രാജാവ് എന്നാണ് പറയുന്നത്. അപ്പോൾ മലയകേതുവിനെ വെറുതെ വിടാനുള്ള അനുജ്ഞയാണ് ആദ്യമായി അമാത്യ രാക്ഷസൻ പുറപ്പെടുവിക്കുന്നത്, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ. അതോടൊപ്പം തന്നെ പിടിച്ചെടുത്ത സ്ഥലങ്ങളും. ഓക്കെ, അപ്പോൾ ഈ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ബന്ദിയാക്കി കൊണ്ടുപോയതായിരിക്കും. അത് രാജാവായി കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഇദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള നിയമങ്ങളും വിജ്ഞാപനങ്ങളൊക്കെ ചാണക്യൻ പുറപ്പെടുവിപ്പിച്ചുകൊണ്ട് മന്ത്രിയുടെ ആ ഒരു പൊസിഷൻ ഏറ്റെടുപ്പിക്കുന്നു. ഇതാണ് ഇവിടെ അവസാനത്തെ ആയിട്ട് സംഭവിക്കുന്നത്. ഇനി ഒരു 1-2 പേജും കൂടിയാണ് നമുക്കുള്ളത്. അത് അടുത്ത ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ മനസ്സിലായില്ലേ? ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനിയും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ മറുപടി അയക്കാം. അല്ലെങ്കിൽ നമുക്ക് എക്സാം ടൈമിൽ എന്തായാലും ഒരു ലൈവ് പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പഴയ ക്ലാസ്സുകളിൽ എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിലൊക്കെ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം എന്നാണ് എക്സാം എന്നൊന്ന് പറയണേ, ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് ഞാൻ ഇപ്പോൾ മോഡലിനാണെങ്കിലും ഞാൻ വരാം ലൈവായിട്ട്. അത് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ മറ്റേ എക്സാമിന് മുൻപും വരാം. വേണമെങ്കിൽ 1-2 വീഡിയോസ് പഴയ ഗ്രാമർ പോർഷൻസ് ഏതെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ ചെയ്തിടാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കണേ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഒരു ക്ലാസ്സും കൂടി ഉണ്ടാവും. ഒരു ക്ലാസ്സും കുറച്ച് ഗ്രാമറും ഇതിലത്തെ ഗ്രാമറും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.